ഗേസ്, ഇന്ന് ഞാൻ കാണിക്കാൻ പോണേ എൻ്റെ കയ്യിലുള്ള കുറച്ച് ക്യൂട്ടായിട്ടുള്ള ബുക്സ് ആട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഇത് മൂന്നാട്ടോ എൻ്റെ കയ്യിലുള്ള ക്യൂട്ട് ബുക്സ്. ഇത് മൂന്നും എനിക്ക് എവിടുന്നാണ് വാങ്ങിയെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ആദ്യത്തെ ഈ ഒരു ബുക്ക് എനിക്ക് എൻ്റെ ഫ്രണ്ട് തന്നതാട്ടോ. ഗിഫ്റ്റായിട്ട് എനിക്ക് എൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റായിട്ട് തന്നതാണ്. അത് ഞാൻ എന്ത് ചെയ്തു, സൂക്ഷിച്ച് വെച്ചതാണ്. ഇതുകൊണ്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ അടുത്ത പ്രാവശ്യം വിടും കേട്ടോ. ഇതിൽ ഞാൻ വിചാരിച്ചിരിക്കണേ ഒരു ജേർണൽ ചെയ്യാമെന്ന് കേട്ടോ വിചാരിച്ചിരിക്കണേ. പിന്നെ അടുത്തതുള്ളത് ഈ ഒരു ക്യൂട്ട് ബുക്കാട്ടോ. ഇത് ഞാൻ എന്ത് ചെയ്തതാണ്, ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയതാണ്. ഇത് ഞാൻ ഹോം മെയ്ഡാക്കി ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ ഒരു വലുത് ഉണ്ടായിരുന്നു, അത് ഞാൻ എൻ്റെ ഉമ്മക്ക് കൊടുത്തതാട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ട് നിങ്ങൾ പറയണം കേട്ടോ. ഇത് നിങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് ഉണ്ടാക്കാൻ പഠിപ്പിച്ചു തരണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. പിന്നെ അടുത്തതായിട്ടുള്ളത് ഈ ഒരു ക്യൂട്ട് ആൻഡ് എസ്തറ്റിക് ആയിട്ടുള്ള ഈ ഒരു ബുക്കാണ്. ഈ ബുക്ക് ഞാൻ ഒരു ദിവസം ഷോപ്പിങ്ങിന് പോയപ്പം വാങ്ങിയതാട്ടോ. ഇത് നല്ല ക്യൂട്ടായിട്ടുള്ള കണ്ടപ്പോൾ ഞാൻ ഇത് വാങ്ങിയതാട്ടോ. ഇത് ആദ്യം ഞാൻ വിചാരിച്ചത് ഇതിനോട് ഒരു ജേർണൽ ചെയ്യണം എന്നാണ്. പിന്നെ ഇത് ക്യൂട്ടായതുകൊണ്ട് തന്നെ എനിക്ക് ജേർണൽ ചെയ്യാൻ തോന്നിയില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഡെക്കോറായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതിൽ ഞാൻ എന്തെങ്കിലും ചെയ്യുന്ന വീഡിയോ വിടാം കേട്ടോ. അപ്പം ഇത് മൂന്നാണ് എൻ്റെ കയ്യിലുള്ള ക്യൂട്ട് ബുക്സ്. ഇതിൽ നിങ്ങൾക്ക് ഒന്നാമത്തേതാണോ രണ്ടാമത്തേതാണോ മൂന്നാമത്തേതാണോ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ പറയുക. പിന്നെ ഒരു കാര്യം കൂടെ, ഇങ്ങനത്തെ ബുക്സ് ഉണ്ടാക്കുന്ന നമ്മളെ ചാനൽ വിടണമെങ്കിൽ നിങ്ങൾ ഒന്ന് എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമ്മൾ ഇങ്ങനത്തെ നോട്ട്ബുക്ക് ഉണ്ടാക്കുന്നത് എന്ത് ചെയ്യുക, വീഡിയോ ആയിട്ട് വിടാം കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും കമൻറ്റ് ബോക്സിൽ പറയാൻ വേണ്ടിട്ടോ. അപ്പം എല്ലാവർക്കും ബായ്.